നമസ്കാരം. വർഷങ്ങളോളം സാധാരണക്കാരന്റെ ചോര ഊറ്റിക്കുടിച്ച മമതാ ഭരണകൂടത്തിന്റെ അഴിമതി കോട്ടകൾ ഓരോന്നായി തകരുകയാണ്. അഴിമതിയുടെ ആഴക്കടലിൽ മുങ്ങിത്താർന്ന ഒരു സംസ്ഥാനത്തെ കരകയറ്റാൻ ഒരാൾക്ക് വരേണ്ടി വന്നു. ബംഗാളിന്റെ വിപ്ലവ സൂര്യൻ സുവേന്ദു അധികാരി. ബംഗാളിന്റെ തെരുവുകളിൽ നിന്ന് ഉയർന്നു കേട്ട വിലാപങ്ങൾക്കിപ്പോൾ നീതി ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പശ്ചിമ ബംഗാളിൽ നടന്നത് കേട്ട് കേൾവി പോലുമില്ലാത്ത അഴിമതികളാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ബംഗാൾ എന്നാൽ അഴിമതിയുടെ കൂത്തരങ്ങ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പാവപ്പെട്ടവന്റെ പണം തട്ടിയെടുക്കാൻ മമതയുടെ ഉദ്യോഗസ്ഥരും നേതാക്കളും മത്സരിക്കുകയായിരുന്നു. അധ്യാപന നിയമന അഴിമതി. യോഗ്യതയുള്ള ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വഴിയാധാരമാക്കി പണം നൽകിയവർക്കും സ്വന്തക്കാർക്കും ജോലി നൽകി അർഹതയുള്ളവർ തെരുവിൽ കരയുമ്പോൾ അനർഹർ സ്കൂളുകളിൽ കസേരയിട്ടിരുന്നു. മുനിസിപ്പാലിറ്റി അഴിമതി. തദ്ദേശീയ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ പോലും കോടികൾ വെട്ടിച്ചു സാധാരണക്കാരന്റെ നികുതി പണം തൃണമൂലിന്റെ ഗുണ്ടകൾക്കും നേതാക്കൾക്കും പങ്കിട്ടെടുത്തു. സഹകരണ ബാങ്ക് അഴിമതി. പാവപ്പെട്ട കർഷകനും തൊഴിലാളിയും വിയർപ്പൊഴുക്കി സമ്പാദിച്ച പണം സഹകരണ ബാങ്കുകളിലൂടെ കൊള്ളയടിക്കപ്പെട്ടു. ഈ അഴിമതികളെല്ലാം അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ എത്തിയപ്പോഴെല്ലാം മമതാ ഭരണകൂടം അതിനെയെല്ലാം തടഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും കോടതികളിൽ തടസ്സവാദങ്ങൾ ഉന്നയിച്ചും അവർ അഴിമതിക്കാരെ സംരക്ഷിച്ചു പോന്നു. എന്നാൽ BJP സർക്കാർ അധികാരമേറ്റതോടെ കളി മാറി. മുൻ സർക്കാർ CBIക്ക് നൽകാൻ മടിച്ച എല്ലാ അനുമതികളും മുഖ്യമന്ത്രി ഒറ്റയടിക്ക് നൽകിക്കഴിഞ്ഞു. ഇനി കേന്ദ്ര ഏജൻസികൾക്ക് ആരെയും ഭയക്കാതെ നീങ്ങാം. അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർ എത്ര വലിയ ഉന്നതനായാലും അയാൾ മമതയുടെ എത്ര പ്രിയപ്പെട്ടവനായാലും ഇനി രക്ഷപ്പെടില്ല. CBIയുടെ കൈകൾക്ക് ഉണ്ടായിരുന്ന വിലങ്ങുകൾ സുവേന്ദു അധികാരി അഴിച്ചുമാറ്റി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അധികാരമേറ്റയുടൻ പ്രഖ്യാപിച്ചത് ഒന്നേ ഉള്ളൂ: സീറോ ടോളറൻസ്. അഴിമതിയോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. മുഖ്യമന്ത്രി എടുത്ത ആ തീരുമാനം ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ബംഗാളിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചവർക്കുള്ള കനത്ത തിരിച്ചടി കൂടിയാണിത്. നിയമനങ്ങളിൽ കൃത്രിമം കാട്ടി സ്വന്തക്കാരെ തിരികെ കയറ്റിയ ഓരോ ഉദ്യോഗസ്ഥനും ഇനി CBIക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഇത്രയും കാലം അഴിമതിയുടെ തണലിൽ സുഖിച്ചവർക്കിനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. കേന്ദ്ര ഏജൻസികൾക്കിനി സ്വതന്ത്രമായി നീങ്ങാം. സത്യം പുറത്തു കൊണ്ടുവരാം. BJP ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു അഴിമതി മുക്ത ബംഗാൾ. സുവേന്ദു അധികാരിയുടെ ഈ നടപടി ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ അതേ അഴിമതി വിരുദ്ധ നിലപാട് ബംഗാളിലും നടപ്പിലാക്കുകയാണ് അദ്ദേഹം. ബംഗാളിനെ വീണ്ടും സോനാ ബംഗാളാക്കി മാറ്റാനുള്ള ഈ പോരാട്ടത്തിൽ അഴിമതിക്കാർക്ക് സ്ഥാനമില്ല. സുവേന്ദു അധികാരിയുടെ ഈ ചുവടുവയ്പ് ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലാണ്. ഇനിയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. ബംഗാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളരുതായ്മകൾക്കാണ് കഴിഞ്ഞ ദശകങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും നോക്കുകുത്തിയാക്കി അഴിമതിയുടെ ഒരു സമാന്തര സാമ്രാജ്യമാണ് അവിടെ പടുത്തുയർത്തിയത്. ഓരോ സർക്കാർ ഓഫീസിലും ഓരോ ഫയലിനിടയിലും സാധാരണക്കാരന്റെ വിയർപ്പിന്റെ ഗന്ധമല്ല, അഴിമതിയുടെയും കമ്മീഷന്റെയും ദുർഗന്ധമായിരുന്നു. അധ്യാപക നിയമന അഴിമതി മാത്രം പരിശോധിച്ചാൽ മതി ഇതിന്റെ ഭീകരത മനസ്സിലാക്കാൻ. സ്വന്തം ചോര നീരാക്കി പഠിച്ചുയർന്ന ആയിരക്കണക്കിന് യുവാക്കളുടെ സ്വപ്നങ്ങളെയാണ് മമതയുടെ ഉദ്യോഗസ്ഥരും നേതാക്കളും ചേർന്ന് പണത്തിനു വേണ്ടി വിറ്റഴിച്ചത്. അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ തെരുവോരങ്ങളിൽ കണ്ണീരോടെ സമരം ചെയ്യുമ്പോൾ അയോഗ്യരായ സ്വന്തക്കാരെയും പണം നൽകിയവരെയും പിൻവാതിലൂടെ തിരികെ കയറ്റിയ ആ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നത് ഭരണകൂടം നേരിട്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയിലെ തസ്തികകളിൽ തൊട്ട് സഹകരണ ബാങ്കുകളിലെ സാധാരണക്കാരന്റെ നിക്ഷേപം വരെ ഈ മാഫിയ സംഘം കവർന്നെടുത്തു. അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസികൾ എത്തുമ്പോൾ ഫെഡറലിസം അപകടത്തിലാണെന്ന് നിലവിളിച്ചവർ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടിരുന്നത് സത്യം പുറത്തു വരുന്നതിനെയായിരുന്നു. CBIയെ ബംഗാളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ കോടതികളിൽ കോടികൾ ചെലവാക്കി വക്കീലന്മാരെ അണിനിരത്തി അഴിമതിക്കാരെ സംരക്ഷിക്കാൻ മമത ആവേശം കാണിച്ചു. എന്നാൽ ഇന്ന് ആ കാറ്റ് മാറി വീശിയിരിക്കുന്നു. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിലേറിയതോടെ ആ അഴിമതിക്കോട്ടയുടെ ഓരോ ഇഷ്ടികയും ഇളകാൻ തുടങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പുതിയ തീരുമാനം അഴിമതിക്കാരെ ബംഗാളിന്റെ മണ്ണിൽ നിന്ന് പിഴുതെറിയാനുള്ള ഒരു സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ തുടക്കം തന്നെയാണ്. ഇത്രയും കാലം മമതയുടെ സംരക്ഷണയിൽ സുഖവാസം നയിച്ച ഉദ്യോഗസ്ഥർക്കും നേതാക്കൾക്കും ഇനി രക്ഷപ്പെടാൻ ഒരു പഴുതുപോലുമില്ല. CBIക്ക് സർക്കാർ നൽകിയിരിക്കുന്ന ഈ പൂർണ്ണ സ്വാതന്ത്ര്യം കാണിക്കുന്നത് BJP സർക്കാരിന്റെ ആർജവമാണ്. അഴിമതി കണ്ടാൽ കണ്ണടയ്ക്കുന്ന പഴയ രീതിയല്ലിത്. ഇത് നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്ന നാ ഖാവുങ്ക നാ ഖാനേ ധൂങ്ക, ഞാൻ തിന്നില്ല, തിന്നാൻ അനുവദിക്കില്ല എന്ന നയത്തിന്റെ ബംഗാൾ പതിപ്പാണ്. ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചവരും പാവപ്പെട്ടവന്റെ പണം തട്ടിയവരും അവർ എത്ര ഉന്നതരായാലും CBIയുടെ ചോദ്യം ചെയ്യലുകൾക്കും ജയിൽവാസത്തിനും തയ്യാറെടുക്കേണ്ടി വരും. മുൻ ഭരണകൂടം കെട്ടിപ്പൊക്കിയ തടസ്സങ്ങളെല്ലാം സുവേന്ദു അധികാരി എന്ന ജനനായകൻ തകർത്തെറിഞ്ഞു കഴിഞ്ഞു. സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ, അർഹതയുള്ളവർക്ക് ജോലി ലഭിക്കട്ടെ, ജനങ്ങളുടെ പണം അപഹരിച്ചവർ ഓരോരുത്തരായി അഴിക്ക് പിന്നിലാകട്ടെ.
ബംഗാൾ മാറുകയാണ് അഴിമതിയുടെ ഇരുട്ടിൽ നിന്ന് നീതിയുടെ വെളിച്ചത്തിലേക്ക്. കഴിഞ്ഞ ദശകങ്ങളിൽ പശ്ചിമ ബംഗാളിന്റെ ആത്മാവിനേറ്റ മുറിവുകൾക്ക് മരുന്നാവുകയാണ് സുവേന്ദു അധികാരിയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ. അധികാരത്തിന്റെ തണലിരുന്ന് എന്ത് കൊള്ളയും നടത്താമെന്നും നിയമത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാമെന്നുമുള്ള ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ലഭിച്ച കനത്ത പ്രഹരം കൂടിയാണിത്. സാധാരണക്കാരന്റെ നികുതി പണവും യുവാക്കളുടെ കരിയറും കൊണ്ട് അമ്മാനമാടിയ തൃണമൂൽ മാഫിയയ്ക്ക് ഇനി ബംഗാളിന്റെ മണ്ണിൽ മാപ്പില്ല. അഴിമതിയുടെ ഓരോ വേരുകളും അറുത്തുമാറ്റി ഭരണ സംവിധാനത്തെ സുതാര്യമാക്കുക എന്ന വലിയ ദൗത്യമാണ് BJP സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നൽകുന്നതിലൂടെ സത്യസന്ധമായൊരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിനാണ് ഇവിടെ തുടക്കമിടുന്നത്. ഇനി വരാനിരിക്കുന്നത് സത്യത്തിന്റെ ദിനങ്ങളാണ്. അഴിമതിക്ക് പദ്ധതിയിട്ടവർ ഇനി CBIയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ബംഗാളിലെ ഓരോ ഗ്രാമത്തിലും ഓരോ നഗരത്തിലും മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. മമതയുടെ കാലത്തെ ഭയത്തിന്റെ രാഷ്ട്രീയത്തിന് പകരം വികസനത്തിന്റെ രാഷ്ട്രീയവും സ്വജന പക്ഷപാതത്തിന് പകരം അർഹതയുള്ളവർക്ക് മുൻഗണന നൽകുന്ന രീതിയും നിലവിൽ വരികയാണ്. ബംഗാളിലെ ഓരോ ഗ്രാമത്തിലും തൃണമൂൽ കോൺഗ്രസ് വളർത്തിയെടുത്ത സിൻഡിക്കേറ്റ് രാജ് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ പോലും ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. ഒരു വീട് വെക്കണമെങ്കിൽ പോലും ഭരണകക്ഷിയുടെ പ്രാദേശിക നേതാക്കൾക്ക് വിഹിതം നൽകേണ്ടി വരുന്ന അവസ്ഥ. ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ കായികമായി നേരിടാനും പോലീസിനെ ഉപയോഗിച്ച് നിശബ്ദരാക്കാനും മമതാ ഭരണകൂടം മടി കാണിച്ചിരുന്നില്ല. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയെ പോലും തങ്ങളുടെ അഴിമതികൾക്ക് വേണ്ടി മറപിടിക്കാനുള്ള വേദിയാക്കി മാറ്റുകയായിരുന്നു അവർ ചെയ്തത്. ഓരോ ഫയലിലും ഒപ്പിടാൻ കമ്മീഷൻ നിശ്ചയിച്ചിരുന്ന ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് മോചനം ആഗ്രഹിച്ച ജനതയ്ക്ക് സുവേന്ദു അധികാരിയുടെ ഈ നടപടികൾ ഒരു പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബംഗാളിൽ നേരിട്ടത് സമാനതകളില്ലാത്ത വെല്ലുവിളിയാണ്. CBI ഉദ്യോഗസ്ഥരെ സംസ്ഥാന പോലീസ് തടയുന്നതും അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ തെരുവിൽ അന്വേഷണത്തിനെതിരെ ധർണ ഇരിക്കുന്ന വിചിത്രമായ കാഴ്ചയും രാജ്യം കണ്ടു. അഴിമതിയുടെ വേരുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ നീളുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ പരിഭ്രാന്തി ഉണ്ടായതെന്ന് വ്യക്തം. തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സർക്കാർ മിഷനറികൾ ദുരുപയോഗം ചെയ്യപ്പെട്ടു. എന്നാൽ ഈ തടസ്സങ്ങളെല്ലാം സുവേന്ദു അധികാരിയുടെ പുതിയ ഉത്തരവോടെ ചരിത്രമാവുകയാണ്. ഇനി CBIക്ക് ഒളിച്ചു കളിക്കേണ്ടി വരില്ല. പകരം ഓരോ ഫയലിലും പരസ്യമായി പരിശോധിക്കപ്പെടാം. അർഹതയുള്ള ഉദ്യോഗാർത്ഥികളെ തെരുവിൽ പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ചപ്പോൾ മമതയുടെ മന്ത്രിമാർ AC മുറികളിലിരുന്ന് കോടികൾ എണ്ണുകയായിരുന്നു. ഗ്രാമീണ ബംഗാളിന്റെ സാമ്പത്തിക നട്ടെല്ലായ സഹകരണ ബാങ്കുകളെ തൃണമൂൽ നേതാക്കൾ തങ്ങളുടെ വ്യക്തിഗത അക്കൗണ്ടുകൾ പോലെയാണ് കൈകാര്യം ചെയ്തത്. കർഷകരും ചെറുകിട കച്ചവടക്കാരും നിക്ഷേപിച്ച പണം വ്യാജ ലോണിലൂടെയും ബിനാമി ഇടപാടുകളിലൂടെയും നേതാക്കളുടെ പോക്കറ്റിലെത്തി. സഹകരണ ബാങ്ക് അഴിമതിയിലൂടെ മാത്രം 10,000 കോടി രൂപയാണ് വെട്ടിച്ചത്. കേന്ദ്ര ഏജൻസികൾ ഈ തട്ടിപ്പിന്റെ ചുരുളഴിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം സഹകരണ വകുപ്പ് രേഖകൾ നൽകാൻ വിസമ്മതിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ ഇപ്പോൾ എല്ലാ രേഖകളും CBIയുടെ മേശപ്പുറത്തെത്തിയിരിക്കുകയാണ്. പാവപ്പെട്ടവന്റെ ഓരോ പൈസയും തിരിച്ചു പിടിക്കുമെന്ന സുവേന്ദു അധികാരിയുടെ വാഗ്ദാനം ഗ്രാമീണ മേഖലയിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിക്ഷേപകർ ബംഗാളിനെ ഭയപ്പെട്ടിരുന്ന കാലം മാറുകയാണ്. അഴിമതിയും കമ്മീഷൻ രാജ്യം അവസാനിച്ചാൽ മാത്രമേ വ്യവസായങ്ങൾ തിരികെ വരികയുള്ളൂ എന്ന് സുവേന്ദുവിന് കൃത്യമായ ബോധ്യമുണ്ട്. BJP വിഭാവനം ചെയ്യുന്ന വികസിത ബംഗാൾ യാഥാർത്ഥ്യമാകാൻ ഭരണയന്ത്രം സുതാര്യമാക്കണം. ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ താഴെത്തട്ടിലുള്ളവർ വരെ ഇപ്പോൾ ജാഗ്രതയിലാണ്. മുൻ ഭരണകാലത്തെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇനി നടപ്പില്ലെന്ന് ഓരോ ഉദ്യോഗസ്ഥനും മനസ്സിലാക്കി കഴിഞ്ഞു. CBIക്ക് ലഭിച്ചിരുന്ന ഈ പൂർണ്ണ അധികാരം ബംഗാളിനെ ഇന്ത്യയുടെ പ്രധാന സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ള ആദ്യത്തെ പടി കൂടിയാണ്. നിയമന അഴിമതിയിൽ കണ്ണീരൊരുക്കിയ ആ അമ്മമാരുടെയും സഹോദരങ്ങളുടെയും പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ബംഗാളിന്റെ ഖജനാവ് കൊള്ളയടിച്ച ഓരോ രൂപയും തിരിച്ചു പിടിക്കുന്നതുവരെ, അവസാനത്തെ അഴിമതിക്കാരന് നിയമത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നതുവരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. സുവേന്ദു അധികാരിയുടെ കരുത്തുറ്റ നേതൃത്വത്തിൽ ബംഗാൾ വീണ്ടും ഇന്ത്യയുടെ സാംസ്കാരികവും രാഷ്ട്രീയമായ വഴികാട്ടിയായി മാറുകയാണ്. ഇരുണ്ട യുഗത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഈ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും സാക്ഷികളാണ്. അഴിമതിയില്ലാത്ത, ഭയമില്ലാത്ത, സുന്ദരമായ ഒരു പുതിയ പശ്ചിമ ബംഗാളിനായി നമുക്ക് കാത്തിരിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിന്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.